ഹായ് ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനിതയാണേ. ഞാൻ വീണ്ടും ഒരു അട പ്രഥമം വയ്ക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു വെർഷനാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് എൻ്റെ അമ്മ എന്നെ ചേർത്ത് വെക്കുന്നതായിരുന്നു. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മൾ പല ആളുകൾ വെക്കുന്നത് കണ്ടിട്ടും പല ആളുകളുടേത് പിന്നെ രുചിച്ചിട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ആവാമെന്ന് തോന്നി വെച്ച് ഞാനത് ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്ത് നല്ല റെസിപ്പിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ ഉണ്ടാക്കുകയാണ്. അതിന്ന് ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞിട്ടാണോ പൂരം കഴിഞ്ഞിട്ടാണോ വെടിയെന്നൊക്കെ നിങ്ങൾ ആലോചിക്കും. ഓണമൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്രാവശ്യം ഓണം വീട്ടിൽ ആഘോഷിച്ചിട്ടില്ല. വയനാട് ഇഷ്യൂയൊക്കെ കൊണ്ട് പൊതുവേ ഓണപരിപാടികൾ കുറവായിരുന്നല്ലോ. അപ്പോൾ അതിനോട് സഹകരിച്ച് അങ്ങനെ നിന്നേ ഉള്ളൂ. ഞങ്ങളുടെ അയൽവാസികൾക്ക് കുറച്ച് പായസം വെച്ച് കൊടുക്കണം. നമ്മുടെ ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞാൽ ഹിന്ദുസാണ് കൂടുതലും ആഘോഷിക്കുക. അയൽവാസികൾ മുസ്ലിംസൊക്കെ ആയിട്ടുള്ള അയൽവാസികളല്ലാത്ത ആളുകളെയൊക്കെ നമ്മൾ വീട്ടിലേക്ക് വിളിച്ചിട്ട് വീട്ടിൽ ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുക. നമ്മുടെ ഇവിടെ വലിയ പരിപാടിയാണ്. കുറച്ച് ആളുകൾ 100-150 പേരൊക്കെ ഉണ്ടാവണ ഫംഗ്ഷനാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാവാറുള്ളത്. ഉത്രാടത്തിന് നമ്മൾ കഴിക്കുക. തിരുവോണം നമ്മൾ തറവാട്ടിലേക്ക് പോവുക ചെയ്യുക, അമ്മയുള്ളതുകൊണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളതൊന്നും ചെയ്തില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് ഒഴിവ് കിട്ടുന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ ഞാൻ എൻ്റെ അയൽവാസികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പായസം വയ്ക്കുക. ചിക്കുവിൻ്റെ അമ്മമ്മയൊക്കെ വരുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം അതുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതാണ് ഞാൻ ഇന്നത് വെക്കുന്നത്. സെറ്റ് മുണ്ടൊക്കെ ഉടുത്തിരിക്കുന്നത് എന്താ വെച്ചാൽ വെറുതെ രസത്തിന് എന്തായാലും വീട്ടിലെടുക്കാണല്ലോ. ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ് ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. കുറച്ച് കഴിയുമ്പോഴേക്ക് ഇതൊക്കെ ഇനി യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആവും. വീട്ടിൽ ഞാനത് ഉടുത്തു. അതും വീഡിയോയിൽ വന്നോട്ടെ എന്ന് ഉള്ളിലൊരു തോന്നിയിട്ടാണ് ഇത് തന്നെ എടുത്ത് കൊടുത്തത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം കേട്ടോ. നമ്മൾ 1.5 കിലോ അടയാണേ. അതിനിപ്പോൾ ഞാൻ 3 കിലോ ശർക്കര എടുത്തിരിക്കണേ കേട്ടോ. വലിയൊരു നിറമില്ലാത്ത ടൈപ്പ് ശർക്കര, കുറച്ചുകൂടെ കറുത്ത ശർക്കരയായിരുന്നു നല്ലതും. ഒരു നിറം കിട്ടാൻ പായസത്തിനൊരു കളർ വേണമല്ലോ കാഴ്ചയ്ക്ക്. ഞാനിപ്പോൾ ഇതിൽ ഉരുക്കാൻ പറ്റുന്നൊക്കെ വിചാരിച്ചെടുത്ത കേട്ടോ. അതിൽ പറ്റില്ല, അത് നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോൾ ഒരു വലിയ പാത്രം എടുക്കട്ടെ. കുറച്ചുകൂടെ വലിയൊരു ഉണ്ടാവ് എടുത്തിട്ടുണ്ട്, കാരണം അതിലത് കൊള്ളൂല. ഇത് കുഴപ്പമില്ല, തിളച്ചിങ്ങോട്ട് വരുമൊന്നുമില്ല. നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. എന്തായാലും ഇത്ര കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. ശർക്കര നമുക്ക് പാനിയാക്കി എടുക്കണമല്ലോ. അത് അടുപ്പ് വെച്ചിട്ട് ഇതവിടെ നിന്ന് പാനിയാവട്ടെ. ചെറുതായിട്ടൊന്ന് ഉരുകിയിട്ട് വേണം നമുക്കൊന്ന് അടിയൊന്ന് ഉരുകി വരട്ടെ. എന്നിട്ട് നമുക്കൊരു തവിയിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളുണ്ടോ ഒരു 10 നാളികേരം എടുത്തിട്ടുള്ളത് കേട്ടോ. 10 നാളികേരം ഇവിടെ തിരുമ്മി റെഡിയാക്കി വെച്ചിരിക്കുക. ഇനി നമ്മളത് പാല് പിഴിഞ്ഞെടുക്കും കേട്ടോ. പാലായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് നാളികേരം കാണിച്ചു എന്നേ ഉള്ളൂ. നമ്മൾ ശർക്കര പാനിക്കകത്ത് വെള്ളം വന്നത് കണ്ടോ. നമ്മളാദ്യം ആ പാത്രം തന്നെ വെച്ചാലും മതി. പക്ഷെ തിളച്ചെന്നെങ്ങാനും ഇങ്ങോട്ട് ഉരുകി പോന്നാലേ ശർക്കരയല്ലേ പെട്ടെന്ന് നമുക്കൊരു ധൈര്യമില്ലല്ലോ. വലിയ പാത്രം വെച്ചാൽ ഒരു ധൈര്യമായിട്ട് ചെയ്യുക. എപ്പോഴും പറയാം, അത് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലില്ലെങ്കിൽ അടുപ്പത്തുള്ള പണിയാണ്. അപ്പോൾ ഇതിന് അവിടെ ഇരുന്ന് അങ്ങോട്ട് നല്ലോണം ഉരുകട്ടെ. ഉരുകുമ്പോൾ ഈ പത പോലെ മേളിൽ തെളിഞ്ഞു വരുന്നതിൻ്റെ അഴുക്കാണ് കേട്ടോ. നമ്മൾ അരിച്ച് നല്ലോണം ഇതായി കഴിയുമ്പോൾ നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ട് അരിച്ചെടുക്കണം കേട്ടോ. നമ്മളിതാ 1.5 കിലോ അടയാണ് കേട്ടോ. ഞാൻ കവർ കാണിച്ചു തരാം, ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. നമ്മളത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പായസം വെക്കുന്ന ചെമ്പിൽ തന്നെ പുറത്ത് സ്റ്റൗ ഉണ്ടെന്ന് വെച്ച് ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചിട്ട് നമ്മൾ വെള്ളം വെച്ചിരിക്കുക. ഇനി തിളച്ചിട്ട് വേണം അടയിട്ട് തിളപ്പിക്കാൻ. വലിയ കുക്കറൊക്കെ ഉള്ളവർക്ക് അതിലിട്ട് 2 ട്രിപ്പായിട്ട് ഒറ്റ വിസിലടുപ്പിച്ചെടുത്താൽ മതി, കഴുകിയെടുത്താൽ മതി. എന്നിട്ട് അട പിന്നെ ഒരിക്കലും ഞാൻ അങ്ങനെ കുക്കറിൽ വേവിക്കുന്ന കാണിച്ചു തരാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ 1.5 കിലോ ഉള്ളത് കൊണ്ടേ, ഇതുകൊണ്ടാണ് ഈ 1.5 കിലോ ഒരുമിച്ച് വേവിക്കുന്ന വലിയ കുക്കർ എനിക്കില്ല. എൻ്റെ ഒരു 6.5 ലിറ്റർ വരെ ഉള്ളതേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് തിളപ്പിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഇത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. തിളച്ചിട്ട് ഞാനത് അട ഇടുന്നത് കാണിക്കാം കേട്ടോ. നമ്മൾ പായസത്തിലേക്ക് വേണ്ട ഏലക്കയും ജീരകവും കേട്ടോ. ഇത് ഏലക്കയാണേ. ഇതിൻ്റെ തൊണ്ട് ഞാൻ കളഞ്ഞതല്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ മുമ്പ് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ ഇടുക്കിയിലൊക്കെ ഞങ്ങളുടെ ടീമുകളുണ്ട്, അപ്പോൾ അവർ തരുന്നതാണ്. നല്ല ഏലക്കയും ജീരകവും കൂടെ നമ്മളിങ്ങനെ ചൂടാക്കി പൊടിക്കുക ചെയ്യുക കേട്ടോ. ഇത് നെയ്യോ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടല്ല കേട്ടോ. ഓട്ടുവറ വറക്കുക എന്ന് പറയും. നമ്മൾ ഒരു സാധനവും എണ്ണകളൊന്നും ചേർക്കാതെ ഈ പാത്രത്തിൽ ചെറിയ തീയിലിട്ട് ചൂടാക്കണേനാണ് അങ്ങനെ പറയുക, ഓട്ടുവറ എന്ന് പറയുക. ഒന്നും ചേർക്കാതെ നമ്മൾ വറക്കണത്. ഇത് നല്ല മൂത്ത് കഴിയുമ്പോൾ നല്ല വാസന ഇപ്പം ഇട്ടിട്ടുള്ളൂ. അപ്പം തന്നെ നല്ല അടിപൊളി ഏലക്കയാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു 4 കഷ്ണം ചുക്കുണ്ട്, അതിലേറ്റവും ലാസ്റ്റ് അതിലേക്ക് അങ്ങ് വറക്കുമൊന്നുമില്ല. ലാസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇത്തിരി പഞ്ചസാരയും കൂട്ടി അങ്ങ് പൊടിക്കും കേട്ടോ.
ഇതിങ്ങനെ ചൂടായിട്ട് ലാസ്റ്റ് ഞാനത് ഓഫ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ കാണിക്കാം. ഇതത് നല്ലോണം മൂത്തിട്ടുണ്ട്. മൂക്കുക എന്ന് പറഞ്ഞാൽ നല്ല ചുമന്ന അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി നമുക്ക് പൊടിക്കാൻ പരുവത്തിനായാൽ മതി. ഞാൻ തീ ഓഫ് ചെയ്യാണ് കേട്ടോ. ഇതിന് ഒന്നുകൊണ്ട് ചൂടാറിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തുകൊണ്ട് പൊടിച്ചെടുക്കുക ചെയ്യുക കേട്ടോ. ഇത് ഓഫ് ചെയ്തിട്ട് ഞാൻ ആ ചുക്കും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങ് പൊടിക്കാൻ വേണ്ടിയിട്ടേ ചുക്ക് ഒരു 4-5 പീസ്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതാ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇവിടെ അട ഒന്ന് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെളിച്ചെണ്ണ ഒഴിക്കണേ. കുറേ ആളുകൾ എന്താ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കണേന്നൊക്കെ ഒരടയുടെ വീഡിയോ ഇട്ടപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നു. അതിലേക്ക് നമ്മൾ 3 പാക്കറ്റ് അട, അതായത് 1.5 കിലോ കേട്ടോ. ഇത് കണ്ടോ, സൂരജിൻ്റെ പിന്നെ റൈസ് അടയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എല്ലാ പ്രാവശ്യവും അതാണ് ഉപയോഗിക്കാറ്. പിന്നെ അപ്പോൾ അതിൻ്റെ ഒരു 3 പാക്കറ്റാണ് അത്. നമ്മൾ അതിട്ടു. എന്നിട്ട് അടകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒട്ടാതിരിക്കാനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത്. എന്നാലും നമ്മൾ അരിയൊക്കെ അടുപ്പത്തിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കൂലേ, അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. കുറച്ച് നല്ലോണം ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം കൂടിപ്പോയാലും കുറഞ്ഞു പോകരുത്. ഇത് നമ്മൾ തിളപ്പിച്ച് ഊറ്റണ ഉള്ളതാണ്. കുറഞ്ഞു പോയാൽ അത് ആകെ പശ പിടിച്ച് പോകും. പൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് നല്ലോണം വെള്ളം വേണ്ടത് ആവശ്യമുണ്ട് കേട്ടോ. ഇവിടെ അട കുറേ പ്രാവശ്യമായിട്ട് ഞങ്ങളിങ്ങനെ ഇളക്കുന്നു. അപ്പോൾ വെന്തുണ്ടോയെന്ന് നമ്മളിങ്ങനെ എടുത്ത് നോക്കണം. നമ്മൾ കുറേ പ്രാവശ്യമായിട്ടോ അട ഇപ്പം ഇങ്ങനെ ഇളക്കി നോക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലാതെ അങ്ങനെ ഇട്ടിട്ട് പോകരുത്. നല്ലോണം വേവണം കേട്ടോ. അത് നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ വെന്തോട്ടെ. നമ്മളിനി ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ ഇത് കല്ലിച്ച് വരും. അപ്പം നല്ല വെന്തതിന് ശേഷം നമ്മളത് വെള്ളം കംപ്ലീറ്റ് ഊറ്റി കളഞ്ഞ് തണുത്ത വെള്ളം ഒഴിച്ച് വീണ്ടും ഊറ്റി വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയിട്ടാണ് കഴുകിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒന്നും കൂടെ ഒന്ന് വേട്ടെ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. 2-3 തളയും കൂടെ ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ ഇവിടെ തേങ്ങാപ്പാൽ പിഴിയണ സൗണ്ടാണ് കേട്ടോ കേൾക്കണത്. ഇത് പിന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ അട ഊറ്റിയിട്ടുണ്ട്. അതേ ചെമ്പ് തന്നെ നമ്മൾ കഴുകിയിട്ട് അങ്ങോട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളതിലേക്ക് പാനിയാണ് ഒഴിച്ചു കൊടുക്കണത്. അട കഴുകി ഇവിടെ ഊറ്റി വെച്ചിരിക്കുകയാണ്. 3-4 പ്രാവശ്യം ഞങ്ങൾ കഴുകി എന്നിട്ട് ഊറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അത് നല്ല കണ്ടോ, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നു. കണ്ടോ, നല്ല അലുത്ത് പോണ പോലെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് ശർക്കരപ്പാനി കേട്ടോ. അപ്പോൾ പാത്രത്തിലേക്ക് നമ്മൾ ആ ശർക്കരപ്പാനി ഒഴിക്കുകയാണ് കേട്ടോ. 3 കിലോ ശർക്കരയാണ് ഞാൻ ഇവിടെ പാനിയാക്കി വെച്ചത്. നിങ്ങൾ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ അത് കുറച്ച് ഒഴിച്ചുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതുകൂടെ നമുക്ക് എന്തായാലും വേണ്ടി വരും. എന്നിട്ട് നമ്മളതിലേക്ക് അടയിപ്പ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം നമ്മളത് അതിലേക്ക് അടയിട്ട് കൊടുക്കുകയാണേ. അപ്പോൾ അതിൽ നമ്മൾ ഈ പാനിക്കകത്ത് കിടന്ന ഒന്ന് വരണ്ട് കിട്ടണം. അപ്പോൾ അത് ആദ്യം ഒന്ന് ഇളക്കി ഇടട്ടെ. ഒന്ന് തിളച്ച് വന്നിട്ടില്ലേ, ഞാൻ പാനി ഒഴിച്ചപ്പോൾ തന്നെ ഈ വലിയ സ്റ്റവ് ആയതുകൊണ്ടേ അതിലേക്ക് അങ്ങ് അടയിട്ട് കൊടുത്താണ്. ഇപ്പം തന്നെ അത് തിളച്ച് വരും. ഒന്നും കൂടെ തിള വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മൾ മറ്റ് പായസത്തിനേക്കാട്ടിലും ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ എക്സ്ട്രാ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ കൽക്കണ്ടം നമ്മൾ ചേർക്കും. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കും. കറുത്ത മുന്തിരി ചേർക്കും. കുറച്ച് വെളുത്ത മുന്തിരി എന്ന് പറഞ്ഞാൽ കറുപ്പല്ലാത്തൊരു ചെറിയ ലൈറ്റ് മഞ്ഞ നിറത്തിലുള്ള മുന്തിരിയില്ലേ, ഇത് ചേർക്കും. ഈത്തപ്പഴം ചേർക്കും. സാധാരണ നമ്മൾ ചേർക്കണേ അണ്ടിപ്പരിപ്പ് നമ്മൾ വറുത്ത് ലാസ്റ്റ് ചേർക്കും. ഈ എള്ള് കേട്ടോ. ഇത് കറുത്ത എള്ളും വെളുത്ത എള്ളും ഇടാം. പകുതി രണ്ടും മിക്സ് ചെയ്തിട്ടാൽ മതി. ഒരു രസമാണ് കാണുമ്പോൾ. പക്ഷേ ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ കറുപ്പ് മാത്രമേ ഉള്ളൂ. നാളികേരക്കൊത്ത് വളരെ ചെറുതായിട്ട് നമ്മളിങ്ങനെ പൊടിയായിട്ട് അറിയുമല്ലോ എല്ലാവർക്കും. അത് ഇത്രയും സാധനങ്ങൾ നമ്മളതിൽ ചേർക്കുന്നു. പിന്നെ കദളിപ്പഴം ചേർക്കും. ഈ കദളി നമ്മുടെ ഇവിടെയൊക്കെ വളരെ സുലഭമായിട്ട് വല്ലപ്പോഴും ഒക്കെ സുലഭം അല്ല അല്ലേ, അങ്ങനെയല്ലേ പറയുക. ഇപ്പം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളൊക്കെ പൂവമ്പഴമാണ് ചേർക്കാറ്. പൂവമ്പഴം ഇത് നമുക്ക് എത്ര അതിൻ്റെ ടേസ്റ്റ് വരണോ അതുപോലെ, എന്നാലും ഒരു 5-6 എന്തായാലും വേണം, എന്നാലേ അതിൻ്റെ ഒരു ചെറിയൊരു രുചി വരുള്ളൂ. അത് നമ്മൾ ഈത്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഒരു 10-15 കാണും റെഡിയാക്കി വെച്ചിരിക്കുക. ഇത് ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാലിൽ അടിച്ച് ചേർക്കുക ചെയ്യുക. ഞാൻ വഴിയെ അവരൊന്ന് കാണിക്കാം. ഇതിലേക്ക് ഇങ്ങനെ ചെറിയ തിള വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ തീ ഇപ്പോഴാണ് കൂട്ടി വെച്ചിട്ടുള്ളൂ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നെയ്യ് ഇതിന് അത്യാവശ്യമുള്ള സാധനമാണ്. നമ്മുടെ അട നല്ല തിളക്കിലാട്ടോ. നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഇങ്ങോട്ട് ഇതിലൊന്ന് വരട്ടെ. അങ്ങനെ ഇവിടെ ഇരുന്നിട്ടാണ് ഇളക്കണതൊക്കെ. ഇങ്ങനെ പുറത്തായതുകൊണ്ട് നല്ല സുഖമുണ്ട്. ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാം. കുറേ നേരം നിൽക്കുമ്പോൾ നമുക്കൊരു കാലൊക്കെ വേനിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ നല്ലോണം തിളച്ച് വരണ്ട് വന്നിട്ട് വേണം ബാക്കി ശർക്കരയും കൂടെ ഒഴിക്കണം. കുറച്ച് പഞ്ചസാര ചേർക്കണം. നമ്മളെ പകുതി പാനി ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി പാനി കൂടെ ഒഴിക്കുകയാണ് കേട്ടോ. ശർക്കര പാനി ബാക്കി കൂടെ 3 കിലോ ഉണ്ട്. നമ്മൾ 1.5 കിലോയ്ക്ക് 3 കിലോ ശർക്കരയാണ്. ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ചേർക്കണ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അളവ് പറയണ ഒരു 100 ഗ്രാമോളം പഞ്ചസാര കേട്ടോ. ഇനി കൽക്കണ്ടോ അതിൽ ഞാൻ ചേർത്തു. അപ്പോൾ അതുകൊണ്ടാണ് അത്ര വേണം. മധുരം നിങ്ങൾ കൂടി പോകുന്നൊന്നും വിചാരിക്കേണ്ട. പായസത്തിന് കുറച്ച് മധുരം വേണമല്ലോ, അപ്പോഴേ രുചിയുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ചോറ് പറ്റിച്ച പോലെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ചിലവരുണ്ട് ഈ കുറഞ്ഞ മധുരത്തിൽ വെച്ച് നമുക്ക് ഇഷ്ടം പോലെ തിന്നാൻ പറ്റും, പക്ഷേ അതിന് രുചി വരില്ല. കുറച്ച് മധുരം വേണം. അപ്പോൾ പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം. കുറച്ച് നെയ്യും കൂടെ കേട്ടോ. നെയ്യ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഓരോ നെയ്യുടെ ഒരു മണവും രുചിയാണ്. ഇനി നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആ ഏലക്കയും ജീരകവും ചുക്കും കൂടെ പൊടിച്ച് വെച്ചില്ലേ, അതിൽ നിന്ന് ഒരു സ്പൂൺ ഇതാ ഇങ്ങനെ വെതറിതിക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ അട വരട്ടണ നേരത്ത് തന്നെ ലാസ്റ്റ് നമ്മൾ ചേർത്തും. എന്നാൽ ഈ അട വരട്ടുമ്പോഴേ അത് ചേർക്കുമ്പോൾ അടയ്ക്ക് നല്ലൊരു മണമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമ്മളിത് നല്ല തിളച്ചൊന്ന് കുറുകുമ്പോഴാണ് നമ്മളിതിലേക്ക് കറുത്ത മുന്തിരിയും വെളുത്ത മുന്തിരിയും കൂടെ നെയ്യിൽ വറുത്ത് കൊണ്ടുവന്ന് ഈ സ്റ്റേജിലാണ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കുവും സോമേട്ടനും കൂടെയാണ് വേണ്ട തേങ്ങാപ്പാൽ. 10 നാളികേരം സോമേട്ടനാണ് ഇന്നലെ അത് പൊട്ടിച്ച് ഫുള്ള് തിരുമ്മി തന്നു. രാത്രിയിൽ തിരുമ്മി ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു. ഇതപ്പം നേരം വെളുത്തപ്പോൾ ഞങ്ങൾക്ക് പായസത്തിനുള്ള പാല് പിഴിഞ്ഞ് തരാണ്. ചിക്കുവാണ് അസിസ്റ്റൻറ്റ്. ഇത് മിക്സിയിൽ അടിച്ചാൽ കൊടുക്കണത് കേട്ടോ. മുന്തിരി വറുത്തെടുക്കാനാണ് കേട്ടോ. ഇതാ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു. ഇതാ ഈ കറുത്ത മുന്തിരി ഇതാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളത് നെയ്യിൽ വറുത്തെടുക്കുകയാണ്. ഈ മുന്തിരി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വറുത്തിട്ടാണ് നമ്മൾ കൊണ്ടുപോയിട്ട് നെയ്യിൽ വറുത്തിട്ടാണ് ഇപ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. മൊരിഞ്ഞ് വരട്ടെ. നീ തീ ഓഫാക്കി കേട്ടോ. അത് കണ്ടല്ലോ എല്ലാം തീർത്ത് വന്ന് നമ്മളിനി അത് പായസത്തേക്ക് തട്ടുകയാണ്. അപ്പം നമ്മളിതാ ഇത് വരട്ടിയതിലേക്ക് അത് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ മുന്തിരി 2 എണ്ണം കേട്ടോ. ഇനി അതിലതൊന്ന് വരണ്ടിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കും. അതിങ്ങനെ നല്ലോണം ഇളക്കുക. അത് കുറച്ച് നേരം കൂടെ ഒന്ന് തിളച്ച് അതിലേക്ക് മധുരമൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ കേട്ടോ. തേങ്ങാപ്പാലിലാണ് നമ്മളത് വെക്കണേ പറഞ്ഞല്ലോ. ഇനി പിന്നെ ആർക്കും സംശയം തോന്നരുത് വെച്ചിട്ട് ഇത് 3-ാം പാലാണ് കേട്ടോ. 1, 2, 3 പാലും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ വരണ്ട് വന്ന ഇതിലേക്ക് നമ്മളിതാ 3-ാം പാൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മളെ അരിച്ചൊക്കെ ഒഴിച്ചതാണ്, എന്നാലും അതിൻ്റെ അപ്പോൾ ഇതാ നമ്മുടെ 2-ാം പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ചെക്കു അതൊക്കെ കുറച്ചുകൊണ്ട് താത്തിയിട്ട് ഒഴിക്കുവാനെ. ഒഴിച്ചോ, കുഴപ്പമില്ല, അരിച്ചതല്ലേ. അപ്പം നമ്മുടെ 2-ാം പാൽ ഒഴിച്ചത് ഒന്നും കൂടെ തിളച്ച് മിക്സ് ചെയ്താൽ മതി. പിന്നെ തികയൂല കൽക്കണ്ട കേട്ടോ. ഒരൊറ്റ പിടി എന്നിട്ട് ഇളക്കുക. അതൊന്നുകൊണ്ട് തിളച്ച് മിക്സ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈത്തപ്പഴവും പഴവും പിന്നെ പഞ്ചസാരയും കൂടെ അടിച്ച് വെക്കാം കേട്ടോ. നമ്മൾ ഏലക്കയും ജീരകവും ചുക്കും പൊടിച്ചതില്ലേ, അതിതാ ഇങ്ങനെ കുറച്ചൊരു തേങ്ങാപ്പാലിനകത്ത് കലക്കി വെക്കുക. ഒന്ന് ഇളക്കുമനെ പായസം. അതാ ഇവിടെ ഇങ്ങനെ നമ്മൾ കട്ട കുത്തായിരിക്കാൻ കുറഞ്ഞ പാലിൽ കേട്ടോ മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പം അടച്ചു വെച്ചിട്ട് ഇപ്പം തീരുമല്ലോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. ഈ 1-ാം പാലിലേക്കാണ് നമ്മളിനി ഈത്തപ്പഴവും പഞ്ചസാരയൊക്കെ ചേർത്ത് അടിക്കാൻ പോണത് കേട്ടോ. പഞ്ചസാരയല്ല, കൽക്കണ്ട.
ഇത് ഈത്തപ്പഴവും ഇതിലേക്ക് ഇട്ടു. നമ്മളൊരു കുറച്ച് കൽക്കണ്ടം കൂടെ അതിലേക്ക് ഇട്ടിട്ട് ഇപ്പോൾ ഒന്ന് അടിച്ചെടുക്കും കേട്ടോ. കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കും കേട്ടോ. ഈ ഈത്തപ്പഴം കൽക്കണ്ടവും കൂടെ 1-ാം പാലിൽ അത് അടിച്ചുകൊണ്ട് വന്നതാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്തുകയാണ്. ചേർത്തുന്നതോടുകൂടി നമ്മളിത് ഓഫ് ചെയ്യും കേട്ടോ. ഓഫായി വെക്കുക. നമ്മൾ പൂവമ്പഴമാണ് ഇതാ ഇതിലേക്ക് നമ്മൾ നല്ലോണം ഇതിൻ്റെ ഷോ വേണ്ട അത്ര കേട്ടോ. കുറച്ച് വേറിയെന്ന് വെച്ചിട്ട് കണ്ടമാനങ്ങ് ഷോ വേണ്ട. എന്നാലും പൂവമ്പഴം ഇതാ പഴമാണ് ഇതിലുള്ളത്. ബാക്കിയുള്ള കൽക്കണ്ടവും അതിലേക്ക് ചേർത്തു കേട്ടോ. ഇനി നമ്മൾ കുറച്ച് തേങ്ങാപ്പാലിലും കൂടെ അടിച്ചിങ്ങോട്ട് എടുക്കുക ചെയ്യുക കേട്ടോ. അടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കും. ഇത് കൽക്കണ്ടവും തേങ്ങാപ്പാലും പൂവമ്പഴവും കൂടെ അടിച്ചതാണ് കേട്ടോ. ഇതങ്ങോട്ട് നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കാതെ വെക്കുക ചെയ്യുക. ഇതാ ഇതിൻ്റെ നടുക്കേക്ക് കണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇനി ഇളക്കുള്ളൂ. അപ്പോൾ ഇനി മിക്സ് ചെയ്യണില്ല. ഇതിൻ്റെ ഈ പാത്രം എന്താ, ഇത് വടിക്കാനാണ് ഇവിടെ ഒരാൾ കാത്തിക്കുന്നുണ്ട്, കൊടുക്കുകയാണ്. കൊതിയും കൊണ്ട് ഇവിടെ നിൽക്കാൻ വെച്ചാൽ ഇത് നമ്മൾ നേരത്തെ കലക്കി വെച്ചത് ഏലക്ക, ജീരകവും ചുക്കും കൂടെ കേട്ടോ. അതൊക്കെ നമ്മളിതിൽ ചേർത്തു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് ഇളക്കുള്ളൂ. നമുക്കപ്പോഴേക്ക് അണ്ടിപ്പരിപ്പും നാളികേരക്കൊത്തും എള്ളും കൂടെ വറുത്തൊക്കെ കൊണ്ടുവരാം. ഇത് തീ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. ഈ സ്റ്റവ് നമ്മൾ ഓഫാക്കിയിട്ടുണ്ട്, ഇറക്കിയിട്ടില്ലാന്നേ ഉള്ളൂ. തീ അടുപ്പത്താണെന്നേ ഉള്ളൂ, അതിൻ്റെ അടിയിൽ തീ ഇല്ല കേട്ടോ. നമ്മളിതാ പാത്രം വെച്ചിട്ട് ഇപ്പം എള്ളും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ വറുത്ത് അതിലേക്ക് ചേർത്തണം. അണ്ടിപ്പരിപ്പ് കേട്ടോ. അണ്ടിപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിങ്ങോട്ട് ഇതിലേക്ക് കോരി മാറ്റുകയാണ്. എന്നിട്ട് വേണം നാളികേരക്കൊത്ത് ഇടാൻ വേണ്ടിയിട്ട്. നാളികേരക്കൊത്ത് കേട്ടോ. നാളികേരക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കഴുകി വെച്ചത്. അപ്പം ഞാൻ അതിനകത്ത് വെള്ളം ഉണ്ടെങ്കിലേ അതായത് കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിടുന്നത്. അപ്പോൾ അത് തീ ഓഫ് ചെയ്തു കേട്ടോ. അതാ ഇത്രയും മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്തിട്ടുള്ള ആ എണ്ണയിലേക്കാണ് കേട്ടോ അതിന് എള്ളിടണേ. കഴുകി ഉണക്കിയൊക്കെ വെച്ചിരിക്കുന്ന എള്ളാണ് കേട്ടോ. ചൂട് തട്ടുമ്പോൾ ഇനി അതങ്ങനെ പൊട്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം ഇങ്ങോട്ട് ഇറക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇപ്പം നമ്മളിതാ നാളികേരക്കൊത്തൊക്കെ അതാ വറുത്തത് കേട്ടോ. എള്ളും നാളികേരക്കൊത്തും കൂടെ വറുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പുറത്തതാ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചോ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇനി മിക്സ് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ഇനി മിക്സ് ചെയ്തിട്ടാണ് ഇതുമായിട്ടുള്ള യോജിപ്പിക്കുക. അപ്പോൾ 1-ാം പാൽ ഒഴിച്ചത് നല്ല ചൂടിൽ അതിൻ്റെ അടിയിലേക്ക് പോയിട്ട് നല്ല പാകമായിട്ടുണ്ട്. ഇനി ഇത് നല്ല യോജിപ്പിച്ച് ഇളക്കിയിട്ട് ചെറിയൊരു കഷ്ണം പഴമൊക്കെ ചിലപ്പോൾ അടിയാതെയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പഴം പായസത്തിന് ചേരുന്ന സാധനമാണ്, അത് കടിച്ചാൽ രുചിയാണ് കേട്ടോ. ഇപ്പോൾ വിളക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാനൊരു പാത്രത്തിലേക്കൊന്ന് ലേശം വിളമ്പി എടുക്കട്ടെ. ഇതിൻ്റെ ഒരു പരുവൊക്കെ കാണിക്കേണ്ടത്. അതായത് ഇങ്ങനൊരു നല്ല വെള്ളം പോലെയല്ല കണ്ടോ. ഇതിൻ്റെ ഒരു പരുവം നിങ്ങൾക്ക് ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകും കേട്ടോ. അപ്പോൾ അതും കൂടെ കണക്കാക്കി വേണം നമ്മളിത് ഓഫ് ചെയ്യാൻ. ഇരിക്കുമ്പോൾ ഇത് കുറുകും എന്നുള്ളൊരു അങ്ങനെ വേണം ഇത് ഓഫ് ചെയ്യാൻ കേട്ടോ. പിന്നീട് നല്ലോണം കുറുകിയാൽ നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചൊക്കെ കൂട്ടാം. പക്ഷെ അപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു യഥാർത്ഥ ഒരു ടേസ്റ്റ് അങ്ങ് പോകും. വെള്ളമൊക്കെ കൂട്ടി വരുമ്പോഴേ നമ്മളൊരു മധുരമൊക്കെ കണക്കാക്കിയത്. ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് എടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ ചിക്കുവിൻ്റെ അമ്മമ്മ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അമ്മമ്മ എത്തിയിട്ടുണ്ട്. ഇടയിൽ കൂടെയൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ വീഡിയോ എടുത്തതൊന്നും പെട്ടിട്ടില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് നമുക്ക് കൊടുത്തിട്ട് ഒരു അഭിപ്രായം ചോദിച്ചു നോക്കാം. അമ്മമ്മ ഇത് കുടിച്ചിട്ട് പറയട്ടെ. അപ്പോൾ അമ്മമ്മന്ന് ഞാനിങ്ങനെ പറയണ കേട്ടിട്ട് എൻ്റെ അമ്മമ്മയല്ല, ചിക്കുവിൻ്റെ അമ്മമ്മയാണ് അമ്മ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പായസം ഇതാണ് ചിക്കുവിൻ്റെ അമ്മമ്മ. കുറച്ച് നേരം ഞാൻ അമ്മമ്മ എന്നൊക്കെ പറച്ചിൽ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് ആള്. ഇതാ പായസം ഞാൻ
ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു, കാരണം കോരി കുടിച്ചിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം പറയും. നല്ല ടേസ്റ്റ് ഇഷ്ടമായി, രുചിയൊക്കെ ഉണ്ട്, നല്ല രുചിയുണ്ട്. മധുരം പാകാണ്. അണ്ടിപ്പരിപ്പ് കുറച്ച് മധുരം ഉള്ളതല്ലേ ഒരു ടേസ്റ്റ് കിട്ടുക. തീരെ മധുരം ഇല്ലെങ്കിൽ ഒരു രുചിയില്ലല്ലോ. പായസത്തിന് മധുരം വേണം. അത് തന്നെ ഞാനും ആ അഭിപ്രായക്കാരിച്ച. തീരെ മധുരമില്ലായ രസമല്ല, നല്ല രുചിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇത് ഉണ്ടാക്കി നോക്കുക പറഞ്ഞാൽ എപ്പോഴും ഇത്ര ഐറ്റംസ് ഒന്നും ചേർത്ത് നിങ്ങൾ വെക്കണം എന്നില്ല. നമ്മളിപ്പോൾ എളുപ്പത്തിലൊക്കെ വെക്കും. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഇതെല്ലാം ഒന്ന് ചേർത്തിട്ട് വെച്ച് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് അടിപൊളിയായിട്ട് ഇവിടെ നമ്മൾ വെച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പം ഞാൻ അമ്മയുടെ അട വെച്ചല്ലോ, അത് കാണിച്ചിട്ട് വേണം എൻ്റെ ഒരു റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓണമൊക്കെ കഴിഞ്ഞു പോയി, എന്നാലും പ്രശ്നമല്ല. ഒരു പായസത്തിൻ്റെ റെസിപ്പി അല്ലേ, ഇന്ന സമയം വേണമെന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.